ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള മിറർ ഗ്ലേസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. കാണാനും നല്ല ഭംഗിയാണ്. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. ഇതിനായിട്ട് ആദ്യം ഒരു സ്പോഞ്ച് കേക്ക് വേണം. ഞാനിപ്പം ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വാനില വേണമെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. പിന്നെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയും വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് 3 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്ക് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനിയൊരു ടേൺ ടേബിൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കണം. ഇതിൻ്റെ മേലെ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുക. പിന്നെ നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റാക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് പോയിട്ട് കാണുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇനി കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ആക്കി കൊടുക്കുക. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പും യൂസ് ചെയ്യാം. പിന്നെ ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കേക്കിന് കുറച്ചും കൂടെ ആ ഒരു ചോക്ലേറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോക്ലേറ്റ് സിറപ്പ് ആക്കി കൊടുക്കുന്നത്. ഇനി കുറച്ച് വിപ്ഡ് ക്രീം ആക്കി കൊടുക്കുക. നോർമലി മിറർ ഗ്ലേസ് കേക്കിൽ ബട്ടർ ക്രീം ഐസിംഗ് ആണ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് അതിനേക്കാളും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ക്രീം ഐസിംഗ് ഇഷ്ടമാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്ത ലെയർ കേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. പിന്നെ ചോക്ലേറ്റ് സിറപ്പ്. അത് കഴിഞ്ഞിട്ട് വിപ്പിംഗ് ക്രീമും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനത്തെ ലെയർ കേക്ക് വെക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആക്കിയെടുക്കുക. ഇനി ഈ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. പിന്നെ ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആവണം, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മേലെ മിറർ ഗ്ലേസ് ഒഴിക്കുമ്പം ക്രീമും അതിൻ്റെ കൂടെ ഒലിച്ചു പോവും.
കേക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് എങ്കിലും നല്ലോണം തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് മിറർ ഗ്ലേസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 1/4 കപ്പ് തണുത്ത വെള്ളം എടുക്കുക. ഈ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ പൗഡർ ചേർത്ത് കൊടുക്കുക. ജലാറ്റിൻ പൗഡറിന് പകരം അഗർ അഗാറിൻ്റെ പൗഡറും യൂസ് ചെയ്യാം. ഇനി ഇത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക. പിന്നെ ഇത് പെട്ടെന്നാവാൻ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ എപ്പോഴും ജലാറ്റിൻ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് വെള്ളത്തിൽ ജലാറ്റിൻ ഇടുന്നതാണ്. അപ്പം കട്ടയൊന്നും ഇല്ലാതെ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഈ ഗ്ലേസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിക്കുക. എന്നിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കുക. വെള്ളം ചൂടായി തുടങ്ങുമ്പം അതിൻ്റെ മേലെ ഇതുപോലൊരു ബൗൾ വെച്ച് കൊടുക്കുക. പിന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബൗൾസും ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഈ ബൗളിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് പഞ്ചസാര മെൽറ്റാക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിൻ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ജലാറ്റിൻ മെൽറ്റാക്കി എടുക്കുക. ജലാറ്റിൻ മെൽറ്റായി കഴിഞ്ഞാൽ 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആവുന്ന വരെ നല്ലോണം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ചോക്ലേറ്റ് മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് ലിക്വിഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. കളർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ പ്ലെയിൻ ആയിട്ടും യൂസ് ചെയ്യാം. ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബ്ലൂ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഗ്ലേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ അരിച്ച് മാറ്റുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഇപ്പം ജലാറ്റിനോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ മെൽറ്റ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്തുതന്നെ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഗ്ലേസ് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്കിൻ്റെ മേലെ ഒഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രേ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ബൗള് കമിഴ്ത്തി വെക്കുക. ഇനി ഈ ബൗളിൻ്റെ മേലെ നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കുക. കേക്ക് ഞാൻ എടുക്കാനൊക്കെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്ലേറ്റിൻ്റെ മേലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഗ്ലേസ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇനി എക്സസ് ആയിട്ടുള്ള ഗ്ലേസ് താഴെ ട്രേയിലേക്ക് വരുന്നവരെ ഇതിങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. പിന്നെ ഈ ട്രേയിലുള്ളത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ മിറർ ഗ്ലേസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിക്കണം. അതിനുശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരണം. ഇമെയിൽ ID ഞാൻ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്